എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന CSEB ക്ലർക്ക് കാഷ്യർ പരീക്ഷയുടെ GK ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ നമ്മൾ ഇതിനു മുൻപ് ഈ ഒരു എക്സാമിന് മുൻപായിട്ട് 2 മാരത്തോണാണ് നടത്തിയത്. അതിൽ ഞാൻ GK ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞ ഒരുപാട് ടോപ്പിക്കുകൾ ഇവിടെയും ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇനി പഠിക്കുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളെ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് നമുക്ക് എപ്പോഴും അറിയാം, CSEB പോലെയുള്ള പരീക്ഷകളിൽ എക്സാമിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷും GK മാത്സുമാണ്. ബാക്കി എല്ലാ സബ്ജക്റ്റും, അതായത് നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന ബാങ്കിങ്ങോ ലോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭാഗങ്ങൾ അതെല്ലാവർക്കും ഒരേപോലെ അറിയാവുന്ന ഭാഗങ്ങളല്ലേ. അപ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ എന്ന് പറയുന്നത് GK, ഇംഗ്ലീഷ്, മാത്സ് ഒക്കെയാണ്. അപ്പോൾ ഇനി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ GKയും ഇംഗ്ലീഷും ഒക്കെ എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു തരാനായിട്ട് ഈ വരുന്ന ചൊവ്വാഴ്ച 25-ാം തീയതി വൈകുന്നേരം ഒരു ലൈവ് ക്ലാസ്സുമായിട്ട് ഞാനും ശ്രീകലാ മിസ്സും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെബിനാറിൽ പങ്കെടുക്കാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷും അതുപോലെ തന്നെ GKയും ഏതൊക്കെ ഭാഗങ്ങളാണ് നോക്കേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ മറക്കാതെ ജോയിൻ ചെയ്യുക, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. GKയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് റിവർ ഈസ് ഓൾസോ നോൺ ആസ് പയസ്വിനി? പയസ്വിനി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പെരിയാറ്, പമ്പ, കല്ലട, ചന്ദ്രഗിരി. ഏതാണ് പയസ്വിനി എന്നറിയപ്പെടുന്നത്? ചന്ദ്രഗിരിയാണ്. ചന്ദ്രഗിരി പുഴയാണ് പയസ്വിനി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇത് എവിടെയാണ്? വടക്കൻ കേരളത്തിൽ, അതായത് കാസർഗോഡ് ജില്ലയിൽ കൂടെ ഒഴുകുന്ന നദിയാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഓർത്തു വെക്കാം. പയസ്വിനി എന്നറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴയാണ്. പെരിയാറിന്റെ പ്രത്യേകതയും പമ്പയുടെയും കല്ലടയുടെ ഒക്കെ പ്രത്യേകത നമ്മൾ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി പഠിക്കുമ്പോൾ ഈ ഓപ്ഷനിലുള്ള നദികളുടെ പ്രാധാന്യം കൂടി മനസ്സിലാക്കുക കേട്ടോ. അങ്ങനെയാണ് അപ്പൊ റിപ്പീറ്റ് ചെയ്ത പാറ്റേണുകൾ വരുന്നത്. അങ്ങനെയാണ്. അടുത്ത ചോദ്യം നോക്കിയേ. ഡിസ്ട്രിക്ട് ലെവൽ ചെയർമാൻ ഓഫ് ഹരിത കേരളം മിഷൻ. ഹരിത കേരളം മിഷന്റെ ഡിസ്ട്രിക്ട് ലെവൽ ചെയർമാൻ ആരാണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ ജില്ലാതലത്തിലുള്ള തലവൻ ആരാണ്? ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ A ആണ്. കുറെ പേർക്കൊക്കെ തെറ്റിയിട്ടുണ്ടാവും, ഡിസ്ട്രിക്ട് കളക്ടറിലേക്കൊക്കെ പോയിട്ടുണ്ടാവും. അല്ല, അതായത് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ആര്? ഈ ഒരു ഹരിത കേരളം മിഷന്റെ ഡിസ്ട്രിക്ട് ലെവലിലെ ചെയർമാനായിട്ട് വരുന്നത്. അടുത്ത നോക്കി. ദ ഫസ്റ്റ് ഏഷ്യൻ ഹു പെർഫോംഡ് എ സിംഫണി ത്രൂ റോയൽ ഫിൽഹാർമോണിക് ഓർക്കസ്ട്ര ലണ്ടൻ. അപ്പോൾ ഇതൊരു റയർ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമ്മൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. ഇത് ആരാണ് ഫസ്റ്റ് ഏഷ്യൻ ലണ്ടനില് ഇങ്ങനെ ഒരു സിംഫണി അവതരിപ്പിച്ച ഏഷ്യൻ ആരാണ്? ഇളയരാജയാണ്. ഇളയരാജയാണ്. പക്ഷെ ഓപ്ഷനിലുള്ള എല്ലാവരും നമുക്ക് കൺഫ്യൂസിങ് ആക്കുന്നതാണ്. പ്രത്യേകിച്ച് റസൂൽ പൂക്കുട്ടിയുടെ ഒക്കെ പേര് കാണുമ്പോൾ പലർക്കും സംശയം ഉണ്ടാവും. അപ്പൊ ഇവിടെ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ A, ഇളയരാജ. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിൻ. വിച്ച് among the following are the state included in the list of state known as seven sisters? സെവൻ സിസ്റ്റേഴ്സിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ അല്ലെ? അതായത് നോർത്ത് ഈസ്റ്റിൽ വരുന്ന സ്റ്റേറ്റുകളാണ്. അപ്പോൾ ആലോചിക്കാം, നമുക്ക് ബേസിക് ആയിട്ടൊരു ഐഡിയ ഉണ്ടാവണം ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളും എവിടെയാണ് കിടക്കുന്നതെന്നുള്ളത്. ആസാം, നാഗാലാൻഡ്, വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാൾ എന്തായാലും സെവൻ സിസ്റ്റേഴ്സിൽ ഉൾപ്പെട്ടതല്ല. ദെൻ അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, നാഗാലാൻഡ്, ഉത്തരാഖണ്ഡും അല്ല. ത്രിപുര, മേഘാലയ, നാഗാലാൻഡ്, മിസോറം അല്ലെ, ഇവര് എന്താണ്? സെവൻ സിസ്റ്റേഴ്സിൽ ഉൾപ്പെട്ടതാണ്. ഒറീസ എന്തായാലും ഏതിലല്ല? സപ്ത സഹോദരിമാരിൽ ഉൾപ്പെട്ടതല്ല. അപ്പൊ ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരിക? ത്രിപുര, മേഘാലയ, നാഗാലാൻഡ്, മിസോറം. പിന്നെ സിക്കിമും ഉൾപ്പെടില്ല കേട്ടോ. സിക്കിമും സെവൻ സിസ്റ്റേഴ്സിൽ ഉൾപ്പെടുന്ന സംസ്ഥാനമല്ല. അപ്പോൾ ഏതാണ് ഇവിടുത്തെ ഓപ്ഷൻ? ത്രിപുര, മേഘാലയ, നാഗാലാൻഡ്, മിസോറം.
ഓക്കെ, അപ്പൊ നമുക്ക് ആ ഏകദേശം ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. അടുത്തത് നോക്കിയേ, വേൾഡ് ട്രോമ ഡേ. നമ്മൾ പറഞ്ഞിരുന്നു, പല ലൈവ് ക്ലാസ്സുകളിലും പറഞ്ഞതാണ്, ഡേകളുടെ ഇമ്പോർട്ടൻസ് ചോദിക്കാറുണ്ട്. ഒക്ടോബർ 17 ഇവിടെ 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. അപ്പൊ ഒക്ടോബർ 17 ട്രോമ ഡേ. ഓക്കെ, ഒക്ടോബർ 17 ട്രോമ ഡേ ആയിട്ട് വരുന്നത്. 6ാമത്തെ ചോദ്യം നോക്കൂ, ബ്രാഞ്ച് ഓഫ് അഗ്രികൾച്ചർ ദാറ്റ് ഡീൽസ് വിത്ത് ഫീൽഡ് ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് സോയിൽ മാനേജ്മെന്റ്. വീണ്ടും ഞാൻ പറഞ്ഞൊരു ടോപ്പിക് തന്നെയാണ് സ്റ്റഡി, അല്ലെ? നമ്മൾ പല ക്ലാസ്സുകളിലും ലൈവിലൊക്കെ പറഞ്ഞു പോയതായിരുന്നു. ഏതാണ്? അതായത് ക്രോപ്പ് പ്രൊഡക്ഷനും സോയിൽ മാനേജ്മെന്റും അതിനെ ഡീൽ ചെയ്യുന്ന സ്റ്റഡീനെ വിളിക്കുന്ന പേരെന്താണ്? അഗ്രോണമി. ഓപ്ഷൻ ബി ആണ് അവിടെ ഉത്തരം, അഗ്രോണമി ആണ്. അടുത്തത് നോക്കൂ, മൂലൂർ മെമ്മോറിയൽ ഈസ് ലൊക്കേറ്റഡ് അറ്റ്. മൂലൂർ പത്മനാഭ പണിക്കർ, അല്ലെ? അദ്ദേഹത്തിന്റെ സ്മാരകം എവിടെയാണ്? ഇലവുംതിട്ട. അതെവിടെയാ? പത്തനംതിട്ട ജില്ലയിലാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇപ്പൊ ഇത് കേരള ഹിസ്റ്ററി ആയിട്ട് റിലേറ്റഡ്, അല്ലെങ്കിൽ കേരള റിനൈസൻസിൽ ഒക്കെ നമ്മൾ അദ്ദേഹത്തിന്റെ പേരൊക്കെ പഠിക്കുന്നുണ്ട്. അതൊന്ന് നോക്കാം. അടുത്തത് ഗ്രീൻ ലങ്സ് ഓഫ് കൊച്ചി. സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്, അല്ലെ? എന്താണ്? മംഗളവനം. മംഗളവനമാണ്. ഇതൊരു ചെറിയൊരു ഏരിയ, ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്, അല്ലെ? അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് പോവുക ഇനി അടുത്ത പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ. അടുത്തത്, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് നോട്ട് ഷെയറിംഗ് ബോർഡർ വിത്ത് പാകിസ്ഥാൻ. പാകിസ്ഥാനുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യാത്ത സ്റ്റേറ്റ് ഏതാണ്? പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്. ഇവിടെ ഉത്തരാഖണ്ഡ് ആണ്. ഉത്തരാഖണ്ഡ് ഏത് സൈഡിലാ? കിഴക്ക് സൈഡിലാണ് വരുന്നത്, അല്ലെ? അപ്പുറത്തെ സൈഡിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാൻ നമ്മുടെ പടിഞ്ഞാറ് സൈഡിലാണ്, അല്ലെ? ഇത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് പാകിസ്ഥാൻ ഉള്ളത്. അപ്പോൾ ഇവിടെ എന്താ, നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് എന്ത് വേണം? ബേസിക് ആയിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം ഓരോ സംസ്ഥാനങ്ങളും എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഉത്തരാഖണ്ഡ് ആണ് പാകിസ്ഥാനുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യാത്ത രാജ്യം. അതായത് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഉത്തരാഖണ്ഡ് വരുന്നത്. ഹിമാചൽ പ്രദേശ് ഒന്നും ആരുമായിട്ട്, പാകിസ്ഥാനുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നില്ല. ഓക്കെ, അടുത്തത് 10ാമത്തെ ചോദ്യം, ഹു ഈസ് കോൾഡ് ഫസ്റ്റ് ലോ ഓഫീസർ ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഫസ്റ്റ് ലോ ഓഫീസർ ആരാണ്? അറ്റോർണി ജനറൽ, കാച്ച്, അഡ്വക്കേറ്റ് ജനറൽ, സോളിസിറ്റർ ജനറൽ. ആരാണ്? അറ്റോർണി ജനറൽ ആണ്, അല്ലെ? അത് സ്റ്റേറ്റിന് വരുമ്പോൾ ആരാവും? അഡ്വക്കേറ്റ് ജനറൽ ആയിട്ട് മാറും, അല്ലെ? കാച്ച് എന്ന് പറഞ്ഞാൽ എന്താ? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. അപ്പൊ ഫസ്റ്റ് ലോ ഓഫീസർ ആരാണ്? അറ്റോർണി ജനറൽ. ദെൻ 11th വൺ, ഗോൾഡൻ റവല്യൂഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിച്ചു പോയവർക്കൊക്കെ ഇതിന്റെ ഉത്തരങ്ങൾ കറക്റ്റ് ആയിട്ട് കിട്ടും, കാരണം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഹോർട്ടിക്കൾച്ചർ, അല്ലെ? പഴം പച്ചക്കറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഗോൾഡൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തത് 12th ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ ചെയർമാൻ ഓഫ് GST കൗൺസിൽ. അല്ലെ? GST കൗൺസിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ അറിയുന്നുണ്ടാവും, നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട്. GST കൗൺസിലിലെ ചെയർമാൻ ആരാണ്? പ്രൈം മിനിസ്റ്റർ, ലോക്സഭാ സ്പീക്കർ, യൂണിയൻ ഫിനാൻസ് സെക്രട്ടറി, യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ. ആരാണ്? GST യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ, അല്ലെ? GST കൗൺസിലിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ്. ക്ലിയർ? പിന്നെ GSTയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നോക്കുക, പുതിയ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി അടുത്ത പരീക്ഷയ്ക്കൊക്കെ വരുമ്പോൾ നോക്കുക. അടുത്തത് 13ാമത്തെ ചോദ്യം, ഹു ഈസ് ഓഥർ ഓഫ് ദ ബുക്ക് ടൈറ്റിൽ വൺ അറേഞ്ച്ഡ് മർഡർ. വൺ അറേഞ്ച്ഡ് മർഡർ എന്ന് പറയുന്നത് ആരുടെ ബുക്കാണ്? അരുന്ധതി റോയ്, റസ്കിൻ ബോണ്ട്, ചേതൻ ഭഗത്, രവീന്ദ്രനാഥ ടാഗോർ. ഏകദേശം ഒരു ഗസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബുക്കാണത്, അല്ലെ? ചേതൻ ഭഗത്തിന്റെ ബുക്കുകളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് ഏകദേശം ഒരു പാറ്റേൺ മനസ്സിലാവും. ചേതൻ ഭഗത് ആണ് വൺ അറേഞ്ച്ഡ് മർഡർ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത്. അടുത്തത് നോക്കൂ, ദ ഓൺലി കേരളൈറ്റ് ടു വിൻ ദ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ഇന്ത്യയിൽ സിനിമയിൽ നൽകുന്ന ഏറ്റവും പരമോന്നതമായിട്ടുള്ള അവാർഡാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്നത്. അത് ലഭിച്ചിട്ടുള്ള ഏക മലയാളി ആരാണ്? മലയാളിയായ നമുക്കൊന്നും സംശയിക്കാനില്ല, അടൂർ ഗോപാലകൃഷ്ണനാണ് അവാർഡ് വാങ്ങിയ ആള്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് വാങ്ങിയ
ഏക മലയാളിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ അടൂർ ഗോപാലകൃഷ്ണന്റെ ഫിലിം ഏതെങ്കിലും തന്നിട്ട് ഇത് അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമ അല്ലാത്തതേത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ തന്നിട്ട് ഇത് ആരുടെയാണ്, അങ്ങനെയൊക്കെ ചോദിക്കാം. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇതേ ഒരു പാറ്റേണിൽ തന്നെ ചോദ്യങ്ങൾ വരാം. അടുത്തത് നോക്കൂ, മാറ്റുവിൻ ചട്ടങ്ങളെ നമ്മൾ വളരെ കേട്ടിട്ടുള്ളതാണ്. ആരാണ് ഈ ഒരു വരി എഴുതിയത് അല്ലെ? നമ്മൾ മലയാളത്തിൽ കേട്ടിട്ടുള്ള ഒരു കോഡ്സിൽ അല്ലെങ്കിൽ ഒരു കവിതയുടെ ഒരു ഭാഗമാണിത്. ആദ്യത്തെ ഒരു ലൈൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഇത് ആരുടെയാണ് എന്നുള്ളത്. കുമാരനാശാൻ അല്ലെ? കുമാരനാശാന്റേതാണ് ഈ വരികൾ. അപ്പൊ കേരള റിനൈസൻസിൽ നിന്നൊക്കെയുള്ള ഒരു ചോദ്യമാണിത്. മനസ്സിലായോ? അടുത്തത്, ദ ഭൂദാൻ മൂവ്മെന്റ് വാസ് അസോസിയേറ്റഡ് വിത്ത്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നുള്ള അടുത്തൊരു ചോദ്യം. ഭൂദാൻ പ്രസ്ഥാനം അല്ലെ പോച്ചമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ആരംഭിച്ചത്. ഗാന്ധിജിയുടെ പിൻഗാമിയായിട്ടുള്ള വിനോബാ ഭാവെയാണ് ആരംഭിച്ചത്. അപ്പോ ഓപ്ഷൻ ബി വിനോബാ ഭാവെ. വിനോബാ ഭാവെയാണ് ഭൂദാൻ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. അടുത്തത് 17ാമത്തെ ചോദ്യം. ഹു ഈസ് ദ ലീഡർ ഓഫ് കല്ലുമാല സമരം? കേരള റിനൈസൻസിൽ നിന്നുള്ള ചോദ്യമാണ്. കല്ലുമാല സമരം 1915 നടന്ന കേരളത്തിൽ നടന്ന സമരമാണ് കല്ലുമാല സമരം അല്ലെ? പെരിനാട് ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത് ഇത് തന്നെയാണ്. എന്താണ്? താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് സ്വർണം, വെള്ളി ഇതൊന്നും ധരിക്കുന്നതിനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല അല്ലെ? അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നടന്ന സമരമാണ്. ആരുടെ നേതൃത്വത്തിൽ? അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ. മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു സമരം നടന്നത്. അപ്പോ 17ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അയ്യങ്കാളി. അടുത്തത് 18. ഹു റോട്ട് വിക്ടറി സിറ്റി? അപ്പോൾ ഓഥറുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബുക്കുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ ചോദ്യമാണ്. ആരുടെയാണ്? മലാല, സൽമാൻ റുഷ്ദി, RK നാരായൺ, അൽ നിയേദി. ആരുടെയാണ്? സൽമാൻ റുഷ്ദിയുടെയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വിക്ടറി സിറ്റി എന്ന് പറയുന്നത് സൽമാൻ റുഷ്ദിയുടെ ബുക്കാണ്. അപ്പൊ കൂടുതലും അങ്ങനത്തെ ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരുടെ ബുക്കുകളാണ് സാധാരണ ചോദിക്കാറ്. ചിലപ്പോൾ ബുക്കർ പ്രൈസ് കിട്ടിയതോ അല്ലെങ്കിൽ നൊബേൽ കിട്ടിയതോ അങ്ങനെയും ചോദിക്കാറുണ്ട്. അടുത്തത് 19. വേർ വാസ് കൺട്രീസ് ഫസ്റ്റ് വാട്ടർ മെട്രോ ഇനോഗ്രേറ്റഡ്? എവിടെയാ ആദ്യത്തെ വാട്ടർ മെട്രോ? നമ്മുടെ കൊച്ചിയിലായിരുന്നു അല്ലെ? ആദ്യത്തെ മെട്രോ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൽക്കത്തയാണ്. വാട്ടർ മെട്രോ എവിടെയാണ്? കൊച്ചിയിലാണ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ് ഡസ് നോട്ട് ഡ്രെയിൻ ഇൻ ടു അറേബ്യൻ സീ? ഇത് സാധാരണ PSC ചോദ്യത്തിലൊക്കെ വരാറുണ്ട് അല്ലെ? എന്താ? അറബിക്കടൽ വ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്? അങ്ങനെയൊക്കെ. അതായത് അറബിക്കടലിൽ അവസാനിക്കാത്തത്. നെയ്യാർ, ഭാരതപ്പുഴ, കല്ലായിപ്പുഴ, കല്ലടയാർ. ഇത് കുറച്ച് കൺഫ്യൂസിങ് തന്നെയാണ്. കാരണം ചെറിയ ചെറിയ നദികളായതുകൊണ്ട് തന്നെ ഇത് എവിടെ അവസാനിക്കുന്നതെന്നുള്ളത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ്, കല്ലടയാറാണ് ഉത്തരം. സാധാരണ PSC പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുമ്പോൾ വലിയ നദികളുടെ പേരൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത് അല്ലെ? മഹാനദി, ഗോദാവരി, നർമ്മദ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ അതല്ല, ചെറിയ ചെറിയ നദികളാണ്. കേരളത്തിലെ നദികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഏതാണ് ഉത്തരം? കല്ലടയാറാണ് ഉത്തരം. ഓക്കെ, അപ്പൊ 20 ക്വസ്റ്റ്യൻസ് നമ്മുടെ ഇപ്രാവശ്യം ചോദിച്ച GKയുടെ 20 ക്വസ്റ്റ്യൻസ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. പല പ്രാവശ്യം നമ്മൾ പല ലൈവുകളിലും പറഞ്ഞിട്ടുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് സയൻസ് ഭാഗത്തുനിന്ന് ഒന്നും തന്നെ ചോദിച്ചില്ല അല്ലെ? അല്ലെങ്കിൽ സയൻസിൽ നിന്ന്, അതായത് വൈറ്റമിൻസ് അങ്ങനത്തെ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ സാധാരണ ചോദിക്കാറുണ്ട് അല്ലെ? രോഗങ്ങളെയൊക്കെ. ഇപ്രാവശ്യം അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല. അതുപോലെ സ്പോർട്സ് അങ്ങനെ ഒന്നും ചോദിച്ചില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം തന്നെയായിരുന്നു. അപ്പോൾ പുതിയ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. CSEB പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഒരു ബിഗിനേഴ്സ് ബാച്ചാണ്. എങ്ങനെ പഠിച്ചു തുടങ്ങണം, ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് എങ്ങനെയാണ് പഠിച്ചു തുടങ്ങുക, ഏതൊക്കെ ടോപ്പിക്കുകൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. അപ്പൊ നമുക്ക് നിങ്ങളുടെ സബ്ജക്റ്റ് മാത്രമല്ല, കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റുകൾ മാത്രമല്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷും മാത്സും GKയും എല്ലാം തന്നെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടൈം ടേബിൾ അനുസരിച്ച് തന്നെ നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളാണെന്നുണ്ടെങ്കിലും എല്ലാ സബ്ജക്റ്റുകൾക്കും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിലും കുറച്ച് ഗ്യാപ്പ് വന്നവരാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇങ്ങോട്ട് പോരൂ, നമുക്ക് പഠിച്ചു തുടങ്ങാം. അടുത്തൊരു പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് ഇപ്പോഴേ തുടങ്ങാം. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്